വളരെ നന്ദിയുണ്ട് ഡ്യൂഡ് എന്നെ ഇവിടെ കിടക്കാൻ ഓ അനുവദിച്ചതിന്. എന്റെ വീട് നിന്റെ വീട് കൂടിയാണ്. ഹിഹി. ഞാനിവിടെ ഒരാഴ്ച കൂടി ഉണ്ടാവും ഓ ഫുഷിക്രോ. അത് സാരമില്ല, എനിക്ക് മനസ്സിലായി. ആയി ശരി. എന്തായാലും നല്ല കാര്യം. ശുഭദിനം. പിന്നെ ഒരു കാര്യം ഫുഷിക്രോ, പറഞ്ഞോളൂ. നിന്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റി. എന്താ വളരെ പതുക്കെ മനോഹരമായി അത് അഴിച്ചു മാറ്റാനല്ലേ പറഞ്ഞു. എന്താണ് നിനക്ക് വയ്യേ? എന്താ എന്ത് പറ്റി? അത് എനിക്ക് തോന്നുന്നു നീ ഉറക്കത്തി പിച്ചും പെയ്യും പറയുന്നുണ്ടെന്ന്. അതെ അതെ അതെ, ഞാൻ യോജിക്കുന്നു. ഉറക്കത്തിൽ സംസാരിക്കുന്നവരാണ് ഞാൻ. നന്നായി. എന്താ ഞാൻ എന്തെങ്കിലും മോശമായിട്ട് സംസാരിച്ചു? ഇല്ല ഇല്ല ഇല്ല. നന്ദിയുണ്ട് ഡ്യൂഡ് എന്നെ ഇവിടെ വീണ്ടും കിടക്കാൻ ഓ സാരമില്ല. ഇനി ഞാൻ എന്തെങ്കിലും ഉറക്കത്തിൽ വിചിത്രമായിട്ട് എന്തെങ്കിലും മനസ്സിലായി. ചുമ്മാ കഴുത്ത് പിടിച്ച് ഞെക്കി കൊന്നേക്കണം. ശരി എന്നാ, ശുഭദിനം ഫുഷിക്രോ. നീ വീണ്ടും ഉറക്കത്തിൽ സംസാരിക്കാണ്. നോക്കൂ ഞാൻ എന്താ നിനക്ക് വേണ്ടി കൊണ്ടുവന്നത്. അതേടാ നീ ഉറക്കത്തിൽ സംസാരിക്കാൻ. ഇവനിതവ പൂവ് നിന്റെ മധുരമുള്ള ചുണ്ടുകൾ ഓർമ്മിപ്പിക്കുന്നു. ഈ മയിരനെ കൊണ്ട് എടാ ഇറ്റടോറി. അല്ല എന്തിനാ നീ? ഞാൻ ഉറക്കത്തിൽ നടക്കുന്നതും കൂടിയാണ്. അത് മനസ്സിലായി. പക്ഷെ ഈ പൂ എന്തിനാ? ഞാൻ അത് ഉറക്കത്തിലെ പൂക്കാരനും കൂടിയാണ്. പിന്നെ ശുഭദിനം. രാത്രി ശുഭരാത്രി ഇനി എന്നും ശിവരാത്രി ജന്മം പുനർജന്മം നീ എന്നും കാമാക്ഷി. എടാ മയിരേ, എന്തോന്നു മയിരാടാ ഈ കാണിക്കുന്നേ? അതായത് എന്ത് നീ ഇനി ഉറക്കത്തിലെ ഗിത്താർ വായനക്കാരനാണെന്നാ പറയാൻ പോണ? ഇത് വെറും സന്തോഷ് പണിക്കർ സോങ് ആണ്. അയിനി അല്ല, ഏത് ഇൻസ്ട്രുമെന്റും പോകും. അതൊക്കെ പോട്ടെ, ഏതാ ഈ കൂടെയുള്ള വേട്ടാവളി? ഇത് കോച്ചോ, ഇവനാണ് പിന്നണിക്കായി. എവിടെന്നാണ് ഇവനൊക്കെ വരുന്നത്? എന്നിട്ടെന്താണ് നീ എപ്പോഴും കിടന്ന് ഉറങ്ങാത്തത്? ഞാൻ സോഫയിൽ കിടന്നുറങ്ങാം. മികച്ച തീരുമാനം. ആ വാതിലും അടച്ചോ. ആ